ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരിവിടെ പോയോ? ആരുടെ ഒരു ഫ്രണ്ടിന് ആക്സിഡന്റ് ആയി, അതുകൊണ്ട് അവര് അങ്ങ് പോയി. അവര് പോയില്ലായിരുന്നെങ്കിൽ ഇവിടെ അതിനേക്കാൾ വലിയൊരു ആക്സിഡന്റ് നടന്നേനെ. അയ്യോ, അവരെ കാണാൻ പറ്റിയില്ലല്ലോ. അത് സാരമല്ല, ഇനി സമയം കിടക്കല്ലേ. എന്താ രാജുവിന്റെ പറയുന്ന ഉദ്ദേശം? എന്തായാലും ഞാൻ ഈ സമയത്ത് വന്നോണ്ട് ഈ കാഴ്ച കാണാൻ പറ്റിയല്ലോ. എന്ത് കാഴ്ച? നാളെ ജാമ്യം കിട്ടേണ്ട കേസില് പബ്ലിക് പ്രോസിക്യൂട്ടറും ഡിഫൻസ് വക്കീലും ഒരുമിച്ച് ഒരിടത്ത്. പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതിഭാഗത്തിന് ജാമ്യം കിട്ടാൻ ലോ പോയിന്റ്സുകൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതും ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. നാളെ വാദിവാദത്തിനോട് ഞാനല്ല ഹാജരാവുന്നത്, APB ഹേമേന്ദ്രന്. അത് നന്നായി. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടുമല്ലോ. പക്ഷെ FIR-ൽ അവർക്ക് എതിരായിട്ട് നല്ല സ്ട്രോങ് എവിഡൻസ് ഉണ്ട്. പണ്ട് നീ ഇതുപോലെ സ്ട്രോങ് സാക്ഷിമൊഴികളും കള്ളത്തെളിവുകളും ഉണ്ടാക്കി പ്രതികളെ രക്ഷിച്ച ഒരു കേസുണ്ട്, ഓർമ്മയുണ്ടോ? അത് കൺമണി കേസ്. അന്നു മുതലാ എനിക്ക് നിന്നെ കാണുന്നത് പോലും വെറുപ്പായത്. അത് ഗോകുലനെ തെറ്റിദ്ധരിച്ചാണ്. മുകളിൽ നിന്നുള്ളവരുടെ ഉത്തരവ് നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പോലീസായി പോയില്ലേ. അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ഗോകുലിനോട് തർക്കിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നിനുമല്ല. ഒരു കാര്യം നേരിട്ട് പറയാനാ. ശിശിരയുടെ കാര്യമാണെങ്കിൽ എനിക്കൊന്നും സംസാരിക്കാനില്ല. എനിക്കത് മാത്രമേ സംസാരിക്കാനുള്ളൂ. പോസിറ്റീവായിട്ടൊരു തീരുമാനം ഗോകുൽ എടുക്കണം. അതായിരിക്കും എല്ലാവർക്കും നല്ലത്, അല്ലേ? എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല. അമ്മേ, നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞങ്ങൾ രണ്ടുപേരും കുട്ടികളല്ല. എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ ഒന്ന് പറഞ്ഞു. ഇനി ഗോകുലിന്റെ തീരുമാനം അനുസരിച്ചിരിക്കും എല്ലാം. പിന്നെ ആരും ഒന്നിനും എന്നെ കുറ്റം പറയരുത്. എനിക്ക് രാജീവേട്ടനെ തന്നെ കല്യാണം കഴിച്ചാൽ മതി. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആർക്കും അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. ഗൂഗിൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ സമ്മതത്തോടെ ഇത് നടക്കില്ല. ഗൂഗിൾ, എന്താ അമ്മേ ഗോകുൽ ഇങ്ങനെ? സമൃദ്ധിയോടൊത്ത് ഒരു നല്ല ജീവിതം വേണമെന്ന് ഗോകുലിന് ആഗ്രഹമില്ലേ? എന്നാ പിന്നെ ഞാൻ സമൃദ്ധിയോടെല്ലാം തുറന്നു പറഞ്ഞിക്കട്ടെ. ഇപ്പൊ ഒന്നും വേണ്ട രാജീവേട്ട, നമുക്ക് ഗോകുലിന്റെ തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കാം. അമ്മേ, ഞാൻ ഇറങ്ങ. ആവശ്യമില്ലാത്തൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കില്ലെന്ന് അമ്മ മോനോട് ഒന്നും പറഞ്ഞു കൊടുത്തേക്കണം.